നമസ്കാരം. സംഭവബഹുലമാണ് മഹാഭാരതം. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. അതേപോലെ തന്നെ കഥാപാത്രങ്ങളുടെ സമ്പന്നത കൊണ്ടും ശ്രദ്ധേയമാണിത്. എത്രയോ കഥാപാത്രങ്ങൾ, അതിൽ അനേകം സ്ത്രീ കഥാപാത്രങ്ങൾ. ഇതിൽ എത്ര പേരെ നിങ്ങൾക്കറിയാം? നിങ്ങളുടെ അറിവൊന്ന് കമന്റ് ചെയ്തു കേട്ടോ. എനിക്കും വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമേ ഇതുവരെ അറിയുമായിരുന്നുള്ളൂ. ഇതിഹാസത്തെ അടുത്തറിയാൻ പരിചയിക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ വീഡിയോയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ശ്രമങ്ങളോട് കൂടെ ചേരാൻ താല്പര്യമുള്ള ആർക്കും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂടെ കൂടാൻ കേട്ടോ. വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ, അനേകം സ്ത്രീ കഥാപാത്രങ്ങളുള്ള മഹാഭാരതത്തില് ഏതാണ്ട് 40ഓളം കഥാപാത്രങ്ങളെയാണ് ഞാനിവിടെ നറേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ തന്നെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന കഥാപാത്രങ്ങളും ഉണ്ടാകും. അപ്പോൾ ഇവരെ കുറിച്ചൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞു വരാം. ഓക്കെ, പോകാം വീഡിയോയിലേക്ക്. സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഗംഗാദേവിയിൽ നിന്ന് തന്നെ തുടങ്ങണം. ശന്തനു മഹാരാജാവിന്റെ ആദ്യ ഭാര്യാ പദവി അലങ്കരിച്ചിരുന്നത് ഗംഗാദേവിയായിരുന്നു. ഒരിക്കൽ തന്റെ സഞ്ചാരമധ്യേ ശന്തനു മഹാരാജാവ് ഗംഗാതീരത്ത് നിൽക്കുന്ന സുന്ദരിയായ യുവതിയെ കണ്ട് പ്രേമപരവശനായി അവളോട് വിവാഹാഭ്യർത്ഥന നടന്നു. ഒരവസരത്തിലും തന്റെ ചെയ്തികളെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കില്ല എന്ന് ഉറപ്പ് നൽകിയാൽ ശന്തനുവിനെ വിവാഹം കഴിക്കാമെന്ന് ഗംഗാദേവി അറിയിച്ചു. ആ വ്യവസ്ഥ അംഗീകരിച്ച ശന്തനു ഗംഗാദേവിയെ വിവാഹം ചെയ്യുന്നു. കാലം കടന്നുപോയി. അവർക്ക് ജനിച്ച ആദ്യ കുഞ്ഞിനെ ഗംഗാദേവി നദിയിലൊഴുക്കി. ഒരു പ്രവൃത്തിയും ചോദ്യം ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നതിനാൽ ശന്തനുവിന് വ്യവസ്ഥ ലംഘിക്കാനുമായില്ല. ആദ്യ സന്താനം ഉൾപ്പെടെ തുടർന്നങ്ങോട്ട് ജനിച്ച 7 സന്താനങ്ങളെയും ഗംഗാദേവി നദിയിലൊഴുക്കി കളഞ്ഞു. 8ാമത്തെ പുത്രനെ നദിയിലൊഴുക്കാൻ തുനിഞ്ഞ ഗംഗയെ രാജാവ് തടഞ്ഞുകൊണ്ട് ഈ പ്രവൃത്തിയുടെ കാരണം തിരക്കുന്നു. വിവാഹ ഉടമ്പടി ലംഘിച്ച ശന്തനുവിനെ 8ാമത് ജനിച്ച പുത്രനെ നൽകി ഗംഗാദേവി മറഞ്ഞു. ഈ പുത്രനാണ് ദേവവ്രതൻ. പിന്നീട് ഭീഷ്മർ എന്ന പേരിൽ പ്രശസ്തനായി. ഗംഗാദേവി ഉപേക്ഷിച്ചു പോയതിനു ശേഷം ശന്തനു ഒരു മുക്കുവ സ്ത്രീയിൽ ആകൃഷ്ടനായി അവരെ ഭാര്യയായി സ്വീകരിക്കുന്നുണ്ട്. അതാണ് സത്യവതി. സത്യവതി അമ്മയ്ക്ക് മഹാഭാരതത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട് കേട്ടോ. കാരണം മഹാഭാരത ഇതിഹാസ രചയിതാവ് വ്യാസഭഗവാന്റെ മാതാവ് കൂടിയാണ് ഈ സത്യവതി അമ്മ. സത്യവതിയിൽ ശന്തനുവിന് ജനിച്ച 2 പുത്രന്മാരാണ് ചിത്രാംഗതനും വിചിത്രവീരനും. അംബ, അംബിക, അംബാലിക ഇവർ മൂവരും കാശി മഹാരാജാവിന്റെ പുത്രിമാരായിരുന്നു. 3 കുമാരിമാരുടെയും സ്വയംവരം നടത്താനിരുന്ന വേദിയിൽ നിന്നും ഭീഷ്മർ തന്റെ അർത്ഥ സഹോദരനായ വിചിത്രവീരനെ കൊണ്ട് വിവാഹം ചെയ്യിക്കാനായിട്ട് ഇവർ മൂവരെയും അപഹരിച്ചു കൊണ്ടുവരികയായിരുന്നു. ഇതിൽ അംബ രാജകുമാരി തനിക്കൊരു പ്രണയമുള്ള കാര്യം ഭീഷ്മരോട് വെളിപ്പെടുത്തിയത് കാരണം ഭീഷ്മർ അവളെ പോകാൻ അനുവദിക്കുന്നു. മറ്റു 2 രാജകുമാരിമാരെയും വിചിത്രവീരനെ കൊണ്ട് വിവാഹം ചെയ്യിക്കുന്നു. ഇതിൽ അംബിക വിചിത്രവീരന്റെ പ്രഥമ പത്നിയും ധൃതരാഷ്ട്രരുടെ മാതാവുമാണ്. കാശി മഹാരാജാവിന്റെ ഇളയ പുത്രിയായ അംബാലികയാണ് വിചിത്രവീരന്റെ ദ്വിതീയ പത്നിയായതും പാണ്ഡു മഹാരാജാവിന്റെ മാതാവുമായതും. കുന്തിദേവി മഹാഭാരതത്തിലെ പാണ്ഡു മഹാരാജാവിന്റെ പത്നിയും യാദവകുലത്തിലെ ശൂരസേനന്റെ പുത്രിയും കൃഷ്ണന്റെ പിതാവ് വസുദേവരുടെ സഹോദരിയുമാണ്. പഞ്ചപാണ്ഡവരിലെ യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ എന്നിവരെ കൂടാതെ കർണന്റെയും മാതാവാണ് കുന്തിദേവി. ഗാന്ധാര രാജാവായിരുന്ന സുബലന്റെ പുത്രിയായ ഗാന്ധാരി ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ പത്നിയും കൗരവരുടെ മാതാവുമാണ്. ദുര്യോധനൻ, ദുശാസനൻ എന്നിവരുൾപ്പെടെ 100 പുത്രന്മാരും ദുശ്ശള എന്ന ഒരു പുത്രിയുമാണ് ഗാന്ധാരിക്കുണ്ടായിരുന്നത്. ധർമ്മിഷ്ഠയായിരുന്ന ഗാന്ധാരി എല്ലായ്പ്പോഴും മക്കളെ അധാർമിക പ്രവൃത്തികളിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. അന്ധമായ പകയോടെ പാണ്ഡവരെ കണ്ടിരുന്ന ദുര്യോധനൻ പക്ഷെ ഈ വാക്കുകൾ ചെവിക്കൊണ്ടില്ല. പുത്രവാത്സല്യത്താൽ ധൃതരാഷ്ട്രരും ഗാന്ധാരിയുടെ വാക്കുകൾ അവഗണിച്ച് ദുര്യോധനന്റെ അധർമ്മത്തിന് കൂട്ടുനിൽക്കുകയാണ് ഉണ്ടായത്. മാദ്രദേശത്തെ രാജകുമാരിയായിരുന്ന മാദ്രി പാണ്ഡു മഹാരാജാവിന്റെ 2ാമത്തെ പത്നിയും പാണ്ഡവരിലെ ഇളയ സഹോദരന്മാരായ നകുലന്റെയും സഹദേവന്റെയും മാതാവുമായിരുന്നു. തന്റെ യൗവനത്തിൽ തന്നെ മരണമടഞ്ഞ പാണ്ഡുവിന്റെ ചിതയിൽ പ്രവേശിച്ച് സ്വയം മരണം വരികയായിരുന്നു
മാതിരി ചെയ്തത്. ഏതൊരു മഹാവിപത്തിലും പതറാതെ തന്റെ കർത്തവ്യം അനുഷ്ഠിക്കാനും ചെയ്യിക്കാനുമുള്ള മനക്കരുത്ത് പ്രകടിപ്പിക്കുന്ന മഹാഭാരതത്തിലെ പ്രധാന സ്ത്രീ കഥാപാത്രമാണ് ദ്രൗപദി. പാഞ്ചാല ദേശരാജാവായ ദ്രുപദന്റെ പുത്രിയായാണ് ദ്രൗപദിയുടെ അഥവാ കൃഷ്ണയുടെ ജനനം. മഹാഭാരത യുദ്ധത്തിന് വളരെ പെട്ടെന്നുള്ള പ്രകോപനമായി ഭവിച്ചത് പാഞ്ചാലിയുടെ പെരുമാറ്റമാണെന്ന് പറയുന്നുണ്ട്. രാജസൂയത്തിൽ പങ്കെടുക്കാൻ ഇന്ദ്രപ്രസ്ഥത്തിൽ വന്നെത്തിയ ദുര്യോധനൻ സ്ഥലജല വിഭ്രാന്തി മൂലം കുഴങ്ങിയത് കണ്ടിട്ട് ദ്രൗപദി പരിഹസിക്കുന്നുണ്ട്. ആ പരിഹാസച്ചിരിയാണ് മഹാഭാരത യുദ്ധത്തിന് ആദ്യ കാരണമായി തീർന്നത്. പാഞ്ചാലിക്ക് പഞ്ചപാണ്ഡവരിൽ ഓരോരുത്തരിൽ നിന്നായി ഓരോ ആൺമക്കൾ ജനിക്കുകയുണ്ടായി. യുധിഷ്ഠിരന്റെ മകനായി പ്രതിവിന്ധ്യൻ, ഭീമസേനന്റെ മകനായി ശ്രുതസോമൻ, അർജുനന്റെ മകനായി ശ്രുതസേനൻ, നകുലന്റെ മകനായി ശതാനീകൻ, സഹദേവന്റെ മകനായി ശ്രുതകർമാവ് എന്നിങ്ങനെ 5 പുത്രന്മാരായിരുന്നു ദ്രൗപദിക്കുണ്ടായിരുന്നത്. മഹാഭാരതത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു സ്ത്രീ കഥാപാത്രമാണ് സുഭദ്ര. യാദവ രാജാവായ വസുദേവർക്ക് രോഹിണിയിൽ ജനിച്ച ഇളയ മകളാണ് സുഭദ്ര. ശ്രീകൃഷ്ണനും ബലരാമനുമാണ് സുഭദ്രയുടെ സഹോദരന്മാർ. സുഭദ്രയ്ക്ക് പ്രാധാന്യം കൈവരാനുള്ള കാരണം അർജുനന്റെ ഭാര്യയായിരുന്നു എന്നത് മാത്രമല്ല, കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം കുരുവംശത്തിലെ ഏക അവകാശി ഉണ്ടായത് സുഭദ്രയുടെ പിന്തുടർച്ചയിൽ നിന്നാണ്. അർജുനൻ സുഭദ്ര ദമ്പതിമാർക്ക് അജ്ഞാതവാസ കാലത്താണ് അഭിമന്യു ജനിക്കുന്നത്. വിരാട രാജകുമാരിയായിരുന്ന ഉത്തരയെയായിരുന്നു അഭിമന്യു വിവാഹം കഴിച്ചത്. ഉത്തര ഗർഭിണിയായിരിക്കെ കുരുക്ഷേത്ര യുദ്ധത്തിൽ വെച്ച് അഭിമന്യു മരണമടഞ്ഞു. യുദ്ധത്തിന് ശേഷം ഉത്തരയ്ക്ക് ജനിച്ച പരീക്ഷിത്താണ് പിൽക്കാലത്ത് കുരുവംശത്തിന്റെ അവകാശിയായി മാറുന്നത്. അപ്പോ മഹാഭാരതത്തിലെ സ്ത്രീ കഥാപാത്രങ്ങൾ എന്ന ഈ വീഡിയോ സീരീസിന്റെ ആദ്യ പാർട്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇതിഹാസത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ത്രീ കഥാപാത്രം ഏതാണെന്ന് കമന്റ് ചെയ്യൂട്ടോ. അതിന്റെ കാരണവും ഒപ്പം എഴുതിക്കോളൂ. ഓക്കെ, അപ്പോൾ വരുന്ന വീഡിയോകൾ നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കാം. മഹാഭാരത കഥ കേട്ടുകൊണ്ടേയിരിക്കാം. നമസ്കാരം.